എന്നാ ഉണ്ട് എല്ലാവർക്കും വിശേഷമൊക്കെ? സുഖമൊക്കെ തന്നെയാണോ? സുഖമായിട്ടിരിക്കുന്നോ? പ്രത്യേകിച്ച് ഞങ്ങള് പ്രവാസികള്, ഞങ്ങളുടെ അത്ര സുഖം ഇപ്പോൾ ആരും കാണുകയല്ലേ. എന്താ സുഖം ഒരാഴ്ചയായിട്ട്. സത്യം പറഞ്ഞോണ്ടല്ലോ ജസ്റ്റ് ഒരാഴ്ചയായിട്ട് വീടിനകത്ത് ഇരുന്നിരുന്ന് എനിക്ക് ഭ്രാന്തെടുത്ത്. പുറത്ത് പോവാന്ന് വിചാരിച്ചിട്ട് നമുക്ക് നാളെ പുറത്തു പോയാലോ? ശരിക്കും പറഞ്ഞോണ്ടല്ലോ ജസ്റ്റിക്ക് ഓൺലൈൻ ക്ലാസ് അൽച്ചി, ജസ്റ്റിക്ക് വർക്ക് ഫ്രം ഹോം, കൊച്ചിന് ഓൺലൈൻ ക്ലാസ്. ഞാൻ മാത്രം പെട്ടു. ഇങ്ങനെ ചെയ്യാൻ പറ്റുമല്ലേ? ശരിക്കും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നഴ്സിംഗ് തിരഞ്ഞെടുത്തത്. ഇപ്പൊ സത്യം പറഞ്ഞ മെന്റലി അൺസ്റ്റേബിളായി. അതാണ് അവസ്ഥ. എന്തൊരവസ്ഥയാന്ന് നോക്കിയോളെ. ഹോസ്പിറ്റലുള്ളവരോടോ ഞാൻ വിചാരിക്കുമായിരുന്നേ, സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് എനിക്ക് നല്ല തൊണ്ടയ്ക്ക് നല്ല കച്ചക്കച്ചാപ്പൊക്കെ. എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല, എന്റെ പഴയ വീഡിയോയിലൊക്കെ തെളിഞ്ഞു വരുന്നു. പനിയാണോന്ന് ചോദിച്ചാൽ പനിയല്ല. ജലദോഷം ഉണ്ടോന്ന് ചോദിച്ചാൽ ജലദോഷവും ഇല്ല. പക്ഷെ മടിയാണോന്ന് ചോദിച്ചാൽ മടിയാണ്. ശബ്ദം പോയി, നല്ല ക്ഷീണമുണ്ട്. ഇതാണ് പ്രശ്നം. പക്ഷേ ചില അലവലാതി ഷാചികൾ പറഞ്ഞു നടക്കുന്നു എനിക്ക് പേടിച്ച് പനി പിടിച്ചതാണ്. എടാ അതിലൊരു ഷാജി അടിപ്പിച്ചിരിച്ചത് എന്നെ അനുസരിച്ചിരിക്കുന്ന സത്യം പറഞ്ഞാൽ പനിയില്ല, ജലദോഷം ഉണ്ടോ ജലദോഷവും ഇല്ല. പക്ഷേ പേടിച്ച് ശബ്ദം പോയി. അയ്യോ, നമ്മൾ പേടിക്കും. അല്ല സോറി, പേടിച്ചല്ല, പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. പക്ഷെ ശബ്ദം പോയി, അതെങ്ങനെയാന്ന് എനിക്കറിയില്ല. ഇപ്പൊ ശരിക്കും ശ്രമിച്ചാലും ശബ്ദം പിന്നെ പോകും. ഒന്ന് തെളിഞ്ഞു വരുന്നേ ഉള്ളൂ. ഞാൻ എന്നെ തന്നെ ധൈര്യപ്പെടുത്തി, തന്റെ ഡോക്ടറാ, തന്റെ ഒരു കുഴപ്പമില്ലെന്ന്. ഞാൻ ഓക്കെയാണ്. ശ്വാസം വലിച്ചു വിടുക, പുറത്തോട്ട് വിടുക, ഇത്രയേ ഉള്ളൂ ഇപ്പത്തെ അവസ്ഥ. എല്ലാരും ചോദിക്കുന്നു നിങ്ങൾ സേഫ് ആണോ എന്ന്. സേഫ് ഒക്കെ തന്നെ കേട്ടോ. ഞാൻ ചുമ്മാ കോമഡിക്ക് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ ഫാക്ട്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ വേണ്ടി ഞാൻ എന്തിനും നഴ്സിംഗ് എടുത്തു. വല്ല ഓൺലൈനിൽ ജോലി ചെയ്യുന്ന വല്ല പരിപാടി നോക്കിയാൽ മതിയായിരുന്നു. എല്ലാരും പറഞ്ഞു എന്റെ ബുദ്ധിയും കൂർമ്മതയും വെച്ച് ഞാനൊരു LLBക്ക് പോകേണ്ട ആളാണ്. ഞാനും പറഞ്ഞു. പക്ഷെ എന്നിട്ട് ഞാൻ നഴ്സിംഗ് തിരഞ്ഞെടുത്തു. അത് കഴിഞ്ഞിട്ട് വേറെ കുറെ പേര് പറഞ്ഞു എന്റെ സൗന്ദര്യം വെച്ച് ഞാനൊരു എയർ ഹോസ്റ്റസ് ആവണ്ടാന്ന്. അതുമായില്ല. പിന്നെ നമ്മുടെ തലയെ വരച്ചിട്ടുണ്ടല്ലോ നമ്മൾ ആരാവണമെന്ന്. പക്ഷെ നഴ്സിംഗ് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് ചൂസ് ചെയ്ത കേട്ടോ. എന്റെ സ്വന്തം ഇഷ്ടം. തന്റെ ഉണ്ടറാ തന്റെ ഇടം. അതുകൊണ്ട് മിസൈലല്ല, അതിനേക്കാളും കൂടുതൽ വന്നാലും പേടിക്കുകയല്ല. ഈ KK ജോസഫ്, അത്രേ ഉള്ളൂ. ഹാപ്പി ആയില്ലേ?